يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وآل كل وصحابته أجمعين أما بعد. ബഹുമാന്യ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നാം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇൻഹലർ ഉപയോഗിക്കുന്ന രോഗിയുമായി ബന്ധപ്പെട്ട് നോമ്പിൻ്റെ സാധുതയും അസാധുതയുമാണ്. ഇൻഹലർ ഉപയോഗം നോമ്പിനെ നശിപ്പിച്ചു കളയുമോ, ബാത്തിലാക്കി കളയുമോ ഇല്ലയോ? ഒരു നോമ്പുകാരൻ ഇൻഹലർ ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കറിയാം ഇൻഹലർ എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, എപ്പോഴാണ് ഇൻഹലർ ഉപയോഗിക്കുന്നത്. സാധാരണയായി ആസ്മ രോഗം ബാധിച്ച ആൾക്കാർക്കാണ് ഇൻഹലർ ഉപയോഗിക്കുക. ആ ഇൻഹലർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വായിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മൂക്കിലൂടെ ആയിരിക്കാം. അതായത് അന്നനാളം വഴിയാവാം, ശ്വാസനാളം വഴിയാവാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണെങ്കിലും ഈ ഇൻഹലർ എന്ന ഉപകരണം അത് ഈ ആസ്മ സംബന്ധമായ രോഗം മാറാനല്ല, രോഗം പൂർണ്ണമായിട്ടും മാറുക സാധ്യമല്ല, അതിൻ്റെ ലക്ഷണങ്ങൾ മാറാൻ വേണ്ടിയുള്ള മരുന്നുകളാണ് ഈ ഇൻഹലറിൽ നിക്ഷേപിക്കുന്നത്. അത് ഈ പറയപ്പെട്ട വലിവായാലും ശരി, കഫക്കെട്ടാണെങ്കിലും ശരി, അതുപോലെ തന്നെ ശ്വാസ തടസ്സമാണെങ്കിലും ശരി, ഈ ലക്ഷണങ്ങൾ മാറാൻ വേണ്ടിയുള്ള മെഡിസിനുകളാണ് ഈ ഇൻഹലറിൽ ഉപയോഗിക്കുക. അങ്ങനെ ഈ ഇൻഹലർ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നോമ്പ് നഷ്ടപ്പെടുത്തി കളയാൻ കാരണമാണ്. കാരണം തുറക്കപ്പെട്ട ദ്വാരങ്ങൾ, വായാണെങ്കിലും അത് മൂക്കാണെങ്കിലും ചെവിയാണെങ്കിലും മുൻപിൻ ദ്വാരങ്ങളാണെങ്കിലും, ഈ 5 ദ്വാരങ്ങളാണ് തുറക്കപ്പെട്ട ദ്വാരങ്ങൾ. ഇവയിലൂടെ എന്തെങ്കിലും വസ്തു അകത്ത് കടന്നാൽ നോമ്പ് നഷ്ടപ്പെടും. മെഡിസിനാണ് അകത്ത് കിടക്കുന്നതെങ്കിൽ പിന്നെ സംശയവുമില്ല. മരുന്നാണ് അകത്ത് കിടക്കുന്നത് എങ്കിൽ ഏത് മദ്ഹബിലും ഷാഫി ആവട്ടെ ഹനഫി മദ്ഹബ് ആവട്ടെ നോമ്പ് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ മെഡിസിൻ ആണ് അകത്ത് കിടക്കുന്നത്. അതിൻ്റെ വെറും സ്മെല്ല് മാത്രമല്ല, അതിൻ്റെ മുഖ്യമായ വസ്തുക്കൾ തന്നെ അകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ലക്ഷണങ്ങൾ കുറയാനുള്ള കാരണമായി തീരുന്നത്. ആസ്മ രോഗിക്ക് സമാശ്വാസം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഹലർ ഉപയോഗിക്കുക. അപ്പോൾ അതിനകത്തുള്ള മെഡിസിനാണ് ഈ ആസ്മ രോഗിക്ക് താൽക്കാലികമായ ആശ്വാസം പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ മെഡിസിൻ മൂക്കിലൂടെയോ അല്ലെങ്കിൽ തുറക്കപ്പെട്ട മറ്റവയവമാകുന്ന വായിലൂടെയോ ഇത് കൃത്യമായി അകത്തേക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നോമ്പ് നഷ്ടപ്പെടുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇൻഹലറിൻ്റെ ഉപയോഗം നോമ്പ് നഷ്ടപ്പെടുത്തി കളയും. ഇനി നമുക്ക് എന്താണ് ഈ ഇൻഹലർ ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പരിശുദ്ധ റമളാൻ മുഴുവനും നോമ്പ് പിടിക്കേണ്ട ആവശ്യമില്ലേ? അവന് വിട്ടുവീഴ്ചയുണ്ടോ? എവിടെയാണ് വിട്ടുവീഴ്ചയുള്ളത്? അതിനുള്ള പരിഹാരം എന്താണ് ഇസ്ലാം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചും കൂടെ നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ആസ്മ രോഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ തുടക്കത്തിലൊക്കെ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കില്ല. പതിയെയാണ് അത് മൂർധന്യാവസ്ഥയിലാകുമ്പോഴാണ് വലിയ കടുത്ത വൈഷമ്യത്തിലേക്ക് ഈ രോഗം മനുഷ്യനെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് ഇൻഹലറിൻ്റെ ഉപയോഗം തുടക്കം മുതൽ തന്നെ ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അദ്ദേഹത്തിന് ആ ഇൻഹലർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇൻഹലർ ഉപയോഗിക്കാതെ തന്നെ എത്ര ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റുമോ അത്രയും ദിവസം അദ്ദേഹത്തിന് നോമ്പനുഷ്ഠിക്കാനുള്ളൊരു പഴുതുണ്ട്. മഹത്വമേറിയ വിലപിടിപ്പുള്ള ഉഖറവിയായ വലിയ നഷ്ടം
കാരണമായി വലിയ ലാഭം കിട്ടുന്ന ഒരു കാര്യമാണ് നോമ്പ്. നഷ്ടപ്പെട്ടു പോയാൽ വലിയ നഷ്ടം വരുന്ന ഒന്നാണ്, ഉഖറവിയ വലിയ നഷ്ടം സംഭവിക്കുന്ന ഒന്നാണ് നോമ്പ്. അപ്പോൾ അതിൻ്റെ വിലയും നിലയും അതിൻ്റെ മൂല്യവും മനസ്സിലാക്കി ഒരു സത്യവിശ്വാസി എന്താണ് ചെയ്യേണ്ടുന്നത്? ആ പരമാവധി നോമ്പ് അനുഷ്ഠിക്കണം. അപ്പോൾ ഇൻഹലർ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഉപയോഗം മാറ്റിവെച്ചതിൻ്റെ പേരിൽ തനിക്ക് പ്രയാസം കൂടുകയില്ല, ബുദ്ധിമുട്ട് കൂടുകയില്ല, രോഗം മാറാൻ താമസിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരമാവധി റമളാൻ്റെ പകലുകളിൽ നോമ്പനുഷ്ഠിക്കണം. അവൻ രാത്രി സമയങ്ങളിൽ ഇൻഹലർ ഉപയോഗിച്ചോട്ടെ. ഇനി അതല്ല, ഇൻഹലർ ഉപയോഗിക്കാതെ കഴിയില്ല, എല്ലാ ദിവസവും ഇൻഹലർ ഉപയോഗിച്ചേ പറ്റൂ, ആ അവസ്ഥയിൽ എത്തിയിട്ടുള്ള രോഗികൾ, ഒരു ദിവസം ഇത് ഉപയോഗിച്ചില്ല എങ്കിൽ ശ്വാസം മുട്ടുണ്ടാവും, അല്ലെങ്കിൽ വലിവ് അതുപോലെ കാര്യമായി ഉണ്ടാവും, അപ്പോൾ തന്നെ കൊണ്ട് നോമ്പ് പിടിക്കാൻ കഴിയില്ല എന്ന് ഉള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഇസ്ലാം പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു തആല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കപ്പെട്ടതായ നോമ്പ് അവന് ബാധകമല്ല. അപ്പോൾ ഓരോ രോഗിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കിടക്കും. ആദ്യമുള്ള രോഗലക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമുള്ള സംഗതിയല്ല. വെച്ച് പഴകി കഴിയുമ്പോഴാണ് കഠിനമായ പ്രയാസങ്ങളിലേക്ക്, ശ്വാസകോശ സംബന്ധമായ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നത്. കാരണം അത് പല നാളുകളായി കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ശ്വാസനാളം അങ്ങോട്ട് സങ്കോചിക്കും. അത് കൂടുതൽ ശ്വാസം എടുക്കാനും അത് കളയാനും പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകും. വലിവ് ഉണ്ടാകുന്ന അവസ്ഥ വരും, കഫക്കെട്ട് വർദ്ധിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ ഈ അവസ്ഥയൊക്കെ സ്വാഭാവികമായിട്ടും ഈ രോഗം പഴകുമ്പോൾ ഉണ്ടാകും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ളൊരു രീതിയാണ്. രോഗത്തിൻ്റെ കൂടിയ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് നോമ്പ് പിടിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ഷാഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിലും ഹനഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിലും നിയമം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം വേർതിരിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്രകാരമുള്ള ആസ്മ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗം മാറുകയില്ല, നിത്യവും ഇൻഹലർ ഉപയോഗിച്ചേ പറ്റൂ. ഇൻഹലർ ഉപയോഗിക്കാത്ത ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അത് തൻ്റെ രോഗം കൂടുതൽ ഉണ്ടാവാനും അതുപോലെ തന്നെ പ്രയാസം കൂടുതൽ വർദ്ധിക്കാനും പ്രയാസം കൂടാനും കാരണമായി തീരും എന്ന് ബോധ്യമുള്ള ഒരു രോഗി, ആസ്മ രോഗിയായാലും ശരി, ഏത് രോഗം ബാധിച്ച ആളാണെങ്കിലും ശരി, അവർക്ക് വിട്ടുവീഴ്ചയുണ്ട്. അവർ നോമ്പ് എന്ത് ചെയ്താൽ മതി? ആ നോമ്പ് തൽക്കാലം പിടിക്കേണ്ട ആവശ്യമില്ല. റമളാന് ശേഷം നോമ്പ് ഖളാ വീട്ടണം. റമളാന് ശേഷം നോമ്പ് ഖളാ വീട്ടണം. ഏത് രോഗിയാണ്? എല്ലാ രോഗിയുമല്ല. തൻ്റെ രോഗം മാറാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നെങ്ങാനും തോന്നിയ വ്യക്തി, തന്നെ പിടികൂടിയത് മാറാ രോഗമാണ്, അതുകൊണ്ട് ഈ രോഗത്തു നിന്നൊരു മോചനം സാധ്യമല്ല, ഒരു ദിവസം, റമളാൻ്റെ ഒരു ദിവസം പോലും ഈ രോഗം മാറി നിൽക്കില്ല, തന്നെ മെഡിസിൻ ഉപയോഗിച്ചില്ല എങ്കിൽ ആ രോഗം കൂടുക തന്നെ ചെയ്യും എന്ന് അറിയാവുന്ന നല്ല വിശ്വസ്തനായ ഭിഷഗ്വരന്മാർ പറഞ്ഞിട്ടുള്ള ഒരു രോഗമാണ് തന്നെ പിടികൂടിയത് എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? നോമ്പ് ഖളാ വീട്ടാൻ പറ്റില്ല, കാരണം മാറാ രോഗമാണ് ബാധിച്ചിരിക്കുന്നത്. റമളാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് ഖളാ വീട്ടാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ഓരോ നോമ്പിനും പകരം, ബഹുമാനികളെ ശ്രദ്ധിക്കണം, ഓരോ നോമ്പിനും പകരമായി ഏത് മാറാ രോഗം പിടിപെട്ടാലും ശരി, റമളാൻ്റെ പകൽ സമയങ്ങളിൽ തന്നെ കൊണ്ട് നോമ്പ് പിടിക്കാൻ കഴിയില്ല, താൻ ബലഹീനനാണ്, ഈ രോഗം തന്നെ കാര്യമായി മുറുക്കിയിട്ടുണ്ട് തൻ്റെ ആരോഗ്യാവസ്ഥയെ എന്ന് തോന്നുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോ നോമ്പിനും പകരമായി അതിൻ്റെതായ ഫിദിയ, അതായത് സാധുക്കൾക്കുള്ള ദാനം കൊടുക്കണം. ഈ ദാനം എത്രയാണെന്ന വിഷയത്തിൽ മാത്രമാണ് ഷാഫി ഹനഫി മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോമ്പ്, റമളാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഖളാ വീട്ടാൻ കഴിയാത്ത ഒരു രോഗിയാണ് എങ്കിൽ അദ്ദേഹം 600 ഗ്രാം, 600 ഗ്രാം നാട്ടിലെ സാധാരണ ഫുഡ്, സാധാരണയായി കഴിക്കാറുള്ള അത് അരിയാവാം, അത് സാധാരണ അരിയാവാം, അതുപോലെ തന്നെ ഗോതമ്പ് അതാവാം,
അങ്ങനെയുള്ള നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണം ഏതാണോ അത് എന്ത് ചെയ്യുക, അതിൻ്റെ 600 ഗ്രാം, ഒരു നോമ്പിന് ഏകദേശം 1/2 കിലോ മിച്ചം 600 ഗ്രാം വീതം, ഒരു മുദ്ദ്, അതായത് 2 കൈകൊണ്ട് കോരിയെടുക്കുന്ന ഒരളവ്, അത്ര എന്ത് ചെയ്യുക, ഏറ്റവും സാധുക്കളായ ആൾക്കാർക്ക് കൊടുക്കുക. ഒരു നോമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷാഫി മദ്ഹബിൽ 600 ഗ്രാം. അപ്പോൾ 10 നോമ്പ് നഷ്ടപ്പെട്ടാലോ, 60, അപ്പോൾ 6 കിലോ. ഇപ്പം 20 നോമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ 12 കിലോ. ഇനി റമദാൻ മുഴുവൻ നഷ്ടപ്പെട്ടാലോ 30 നോമ്പോ ആണെങ്കിലോ 18 കിലോ. ഈ 18 കിലോ അരി എന്ത് വേണം, അദ്ദേഹം റമദാനിൽ തന്നെ കൊടുക്കുക. അത് ഒറ്റയായിട്ട് കൊടുക്കാം, ഒരുമിച്ചും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി ഈ ഷാഫി മദ്ഹബിൽ തന്നെ ഇങ്ങനെ 18 കിലോ അരി കൊടുത്താലും ഓരോ നോമ്പിനും 600 ഗ്രാം വെച്ചാണ് കേട്ടോ. നഷ്ടപ്പെടുന്ന നോമ്പിൻ്റെ എണ്ണം അനുസരിച്ച് കൊടുത്താൽ മതി. ഇനി നോമ്പ് തന്നെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല, മരണം വരെയും തന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് വിചാരിച്ച ആളാണല്ലോ ഈ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, നോമ്പ് കഴിഞ്ഞപ്പോൾ രോഗം കുറച്ച് നാളായപ്പോൾ രോഗം മാറ്റം വന്നു. രോഗത്തിന് പ്രശ്നമൊന്നുമില്ല, തൻ്റെ രോഗം മാറിയിട്ടുണ്ടെന്ന് ആശ്വാസമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആശ്വാസം വന്ന വ്യക്തി അദ്ദേഹത്തിന് നോമ്പ് കളാ വീട്ടാൻ ശേഷി ഉണ്ടെങ്കിൽ തന്നെയും നോമ്പ് കളാ വീട്ടേണ്ട ആവശ്യമില്ല. നോമ്പിന് പകരമായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞു ഫിദിയ, അതുകൊണ്ട് ആ ഫിദിയയിൽ തന്നെ അത് മതിയാകുന്നതാണ് എന്നാണ് ഷാഫിഈ മദ്ഹബ്. എന്നാൽ ബഹുമാനികളെ, ഹനഫി മദ്ഹബിൽ വ്യത്യാസം വന്നു. ഹനഫി മദ്ഹബിൽ ഈ കൊടുക്കുന്ന ധാന്യത്തിൽ തന്നെ അളവിൽ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബിൽ 600 ഗ്രാം ആണെങ്കിൽ ഹനഫി മദ്ഹബിൽ 1650 ഗ്രാം. 1650 ഗ്രാം ഏകദേശം ഒരു 1.5 കിലോയുടെ മിച്ചം അല്ലേ. ഒരു മാസം ആകുമ്പോൾ ഏകദേശം 45 കിലോയുടെ അരിയെങ്കിലും അല്ലെങ്കിൽ ഗോതമ്പെങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഹനഫി മദ്ഹബിലെ ഇത്. ഇവിടെ ഹനഫി മദ്ഹബ് കുറച്ചും കൂടെ ഈ വിഷയത്തിൽ കണിശത കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഹനഫിക്കാരാണെങ്കിൽ നിർബന്ധമായ നിലയിൽ കൂടെ തന്നെ ഹനഫി മദ്ഹബിൻ്റെ നിയമമനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഷാഫി ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി ഹനഫിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ടവനാണെങ്കിൽ അവന് ഷാഫി മദ്ഹബിൻ്റെ അളവ് കൊടുത്താലും മതിയാവുന്നതാണ്. പക്ഷേ ഷാഫി മദ്ഹബിൽ ഇങ്ങനെ നിയമമുണ്ടെന്ന് അവൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വലിയൊരു നിബന്ധന തന്നെയാണ്. അതറിഞ്ഞില്ലെങ്കിൽ അത് അവൻ്റെ ഭാഗത്തുള്ള വീഴ്ചയായി മാറുകയും അത് പരിഹാരമാകാതിരിക്കാൻ കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ 1650 ഗ്രാം ആണല്ലോ. അപ്പോൾ ഒരു മാസമാകുമ്പോൾ 45 കിലോ, ഏകദേശം 45 കിലോയുടെ മുകളിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ഹനഫി മദ്ഹബിൽ മറ്റുള്ളത് എന്താണ്, ഈ ധാന്യം തന്നെ കൊടുക്കണമെന്നില്ല. ഈ ധാന്യത്തിന് പകരമായിട്ട് അദ്ദേഹത്തിന് ആവശ്യമായത് പൈസയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തൻ്റെ നാട്ടിലെ മിസ്കീനായ വ്യക്തിക്ക്, ഫക്കീറായ വ്യക്തിക്ക് ഏറ്റവും ആവശ്യമായത് പൈസയാണ്. കുറച്ച് കടങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. ഇത് ബോധ്യമായി കഴിഞ്ഞാൽ പൈസ കൊടുത്താലും മതി. മനസ്സിലായോ? അത് ഹനഫി മദ്ഹബിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയുണ്ട്. പക്ഷേ വേറൊരു കാര്യമുള്ളത് പ്രിയപ്പെട്ടവരെ, ഹനഫി മദ്ഹബിൽ നമ്മൾ നേരത്തെ ഷാഫി മദ്ഹബിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, നോമ്പ് കളാ വീട്ടുന്നതിന് പകരമായിട്ടാണല്ലോ, കളാ വീട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഫിദിയായിക്കൊണ്ട് 600 ഗ്രാം അരി കൊടുത്തത്. അവിടെ പിന്നെ അസുഖം മാറിയാലും അല്ലെ അസുഖത്തിന് ആശ്വാസം വന്നാലും കളാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹനഫി മദ്ഹബിൽ അപ്രകാരം കളാ വീട്ടാൻ പറ്റുന്ന ഒരാരോഗ്യാവസ്ഥ ആ രോഗിക്ക് മടങ്ങി വന്നാൽ, ആ രോഗിക്ക് ആരോഗ്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ, ആ രോഗത്തിന് ചെറിയ ശമനം വന്നു കഴിഞ്ഞാൽ, തൻ്റെ കൊണ്ട് കളാ വീട്ടാൻ പറ്റുമെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ നോമ്പിനെ കളാ വീട്ടിയേ പറ്റൂ. കാരണം നോമ്പിൻ്റെ സ്ഥാനത്ത് ആ ഫിദിയ നിൽക്കുകയില്ല. നോമ്പ് പിടിച്ചു വിട്ടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ആ ഫിദിയ എന്നൊരു വിട്ടുവീഴ്ച നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോമ്പ് പിടിച്ചു വിട്ടാൻ പറ്റുമെന്ന സ്ഥിതിക്ക് ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് പിടിച്ചേ പറ്റൂ എന്നാണ് ഹനഫി മദ്ഹബിൽ. അപ്പോൾ ആ കൊടുത്തിട്ടുള്ള ഫിദിയയോ അത് സ്വതക്കയായി മാറപ്പെടുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് രണ്ടും വേർതിരിച്ച് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടുകൊണ്ട് ചോദിക്കാം. അള്ളാഹു നമ്മളെല്ലാവരുടെയും കർമ്മങ്ങളെല്ലാം സ്വാലിഹ കർമ്മമാക്കുമാറാവട്ടെ. എല്ലാവിധ പാപങ്ങളിൽ നിന്നും പടച്ചവൻ നമ്മളെല്ലാവരെയും അകറ്റിക്കളയുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.